തെണ്ടിത്തരമാണെന്നാണ് ഞാൻ പറയുന്നത്. പക്കാ തെണ്ടിത്തരം. ഇത് ഒരുപാട് പേരുണ്ടല്ലോ ഇതുപോലുള്ള വീഡിയോസ്. ഇപ്പൊ തൊപ്പിയുടെ കേസിലാണ് റിയാക്ട് ചെയ്യാതെ. നല്ലത് കണ്ടാൽ ഞാൻ നല്ലതെന്ന് പറയാറുണ്ട്. തൊപ്പിയുടെ വീഡിയോ ആണെങ്കിലും പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ തൊപ്പിയുടെ ലൈവില് കുറെ കാലമായിട്ട് വലിയ വിഷയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച വിഷയമാകേണ്ട കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇതിപ്പോ കുറച്ചായിട്ട് പബ്ലിക്കലി ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ഫോട്ടോസും ഇതിന്റെ വീഡിയോസ് ഒക്കെ. ഒരു ചലഞ്ചിന്റെ ഭാഗമാണെങ്കിൽ കൂടി ഈ ഇതുപോലെ ഒരു ലൈവിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അദ്ദേഹത്തിന്റെ പ്രേക്ഷകർ എന്ന് പറയുന്ന കുടുംബ പ്രേക്ഷകർ ഉണ്ട്. ഇപ്പോൾ ഏകദേശം കുടുംബ പ്രേക്ഷകർ കാണുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾ കാണുന്നുണ്ട്, വലിയ മുതിർന്നവർ കാണുന്നു, എല്ലാവരും കാണുന്നുണ്ട്. അവർക്ക് കാണുന്ന രീതിക്കാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉപദേശവും മുമ്പിലും ഒരുമിച്ച് എന്നുള്ള ഒരു മെന്റാലിറ്റി പാടില്ല. ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇപ്പോൾ ഹേറ്റേഴ്സ് ഒരുപാട് പേര് വരാം. ഈ തൊപ്പീനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. നമ്മൾ കാണുന്ന നല്ല കാര്യങ്ങൾ ഉള്ളത് പക്കയായിട്ട് പറഞ്ഞാൽ ഇതിപ്പോ റീച്ചിന് വേണ്ടി ഇപ്പൊ ബസ്സിലെ കേസ് വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ല റീച്ചിന് വേണ്ടി മൊബൈൽ ഇത് സെയിം അല്ലേ, ആ ഒരു കണ്ടന്റ് തന്നെയല്ലേ ഇതും വരുന്നത്. പല പെണ്ണുങ്ങളും പല രീതിക്കും നമുക്ക് വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ അതും റീച്ചിനാണെങ്കിൽ ഇതും റീച്ചിന് വേണ്ടി എന്തും കാണിക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ്. ഇപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹേറ്റേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് കുറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ടൊന്നും നഷ്ടപ്പെടാം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഫോളോവേഴ്സ് കുറഞ്ഞു അല്ലെങ്കിൽ റീച്ച് കുറഞ്ഞു അല്ലെങ്കിൽ നമുക്കൊന്നും തന്നെ ഇത് നഷ്ടപ്പെടാനില്ല. നമ്മൾ അരിമായിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നല്ല. ഓക്കെ, ഇത് മത്തായിക്ക് മയിരുന്നുള്ള രീതിയാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് മത്തായിക്ക് മയിരുന്നുള്ള രീതിക്ക് ഞാൻ കൂട്ടിക്കണക്കൂടി. കാരണം എനിക്ക് പക്ക എന്ന് തോന്നുന്നത്, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയാറുണ്ട്. അപ്പൊ ഇത് റീച്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്ത് കോമാളിത്തരത്തിന് വേണ്ടിയോ എൻജോയ്മെന്റിന് വേണ്ടിയാണെങ്കിലും ഇതുപോലുള്ള പ്രകടനം കാണിക്കുന്നതിൽ ഒരു എൻജോയ്മെന്റ് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ തോന്നുന്നില്ല. കാരണം ഇതെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് പോലും നാണാവുന്നുണ്ട്. എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് വീട്ടുകാർ അല്ലെങ്കിൽ പ്രേക്ഷകരുണ്ട്. അതായത് കുടുംബമായിട്ടുള്ള ഫാമിലീസിലായിട്ടുള്ള ഞാൻ അറിയുന്നവരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. അവർക്ക് മുന്നിൽ ഇത് എനിക്ക് കാണിക്കാൻ സത്യം പറഞ്ഞ നാണോട്. ആ നാണം അവർക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്തിട്ട്, ഞാൻ എന്റെ ഒപ്പീനിയനാണ്, എനിക്ക് തോന്നിയതാണ് പറഞ്ഞത്. എല്ലാവരും ചെയ്യുന്നുണ്ട്, അതും കൂടെ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് നമ്മളും ചെയ്ത കുഴപ്പമില്ല എന്നുള്ള മെന്റാലിറ്റി ആണോ തൊപ്പി ഉദ്ദേശിക്കുന്നത്, ഈ തൊപ്പിയുടെ കൂടെ ഉള്ളവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയില്ല. എനിക്ക് പറയാനുള്ള